കൂട്ടുകാർക്ക് സുപരിചിതമായിട്ടുള്ള ഒരു സ്മെല്ലാണ് നമ്മുടെ പാരഗന്റെ സ്മെല്ല്. ആ പാലങ്ങോട്ട് കയറുമ്പോൾ തന്നെ എന്താ സ്മെല്ല് എന്നറിയോ? പൊറോട്ടയുടെ ആണോ മറ്റേ ബിരിയാണിയുടെ ആണോ എന്തിൻ്റെയാണെന്നറിയില്ല, പക്ഷെ ആ സ്മെല്ല് മാത്രം കിട്ടിയാൽ മതി. ലൈഫിൽ എപ്പോഴെങ്കിലും ഒരു തവണയെങ്കിലും തിയേറ്ററിൽ പോയിട്ടുള്ളവരായിരിക്കില്ല നമ്മളുടെ കൂട്ടത്തിൽ പലരും. അപ്പം തിയേറ്ററിൽ പോകുന്ന സമയത്ത് ആദ്യം തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല തണുപ്പൊക്കെ ആയിരിക്കും. നമ്മൾ സിനിമ ഒക്കെ കണ്ട് ഒരു ഇൻ്റർവെല്ലിൻ്റെ സമയമാകുമ്പോൾ ഈ തണുപ്പ് അങ്ങോട്ട് ലേശം കൂടി തുടങ്ങും. എന്തുകൊണ്ടായിരിക്കും തിയേറ്റേഴ്സ് ഇങ്ങനെ സംഭവം ചെയ്യുന്നത്? ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അതുമാത്രമല്ല, സ്ക്രീനിൽ ഭയങ്കര രസമുള്ള കുറച്ച് പെപ്സിയുടെ ആണെങ്കിലും കോഫിയുടെ ആണെങ്കിലും പോപ്കോൺ, നമ്മളിതൊന്നും കഴിക്കാൻ പോലും ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ എന്നാലും നമ്മൾക്ക് ഈ ക്ലിപ്പിങ്സ് ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരിക്കും. അതും എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഇനി നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ടൂത്ത് പേസ്റ്റ്, ആ ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്യുമ്പം അതിൽ നിന്നും പത വന്നിട്ടില്ലെങ്കിലോ, ഷാംപൂ, സോപ്പ്, ഇതിന്നൊക്കെ പത വരാണ്ടുള്ള പ്രൊഡക്റ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ പിന്നീട് അത് യൂസ് ചെയ്യാൻ ഒന്നും മടിക്കുമല്ലേ? ഹായ്, മൈ നെയിം ഇസ് സൽവ ഹാരിസ് ആൻഡ് വെൽക്കം ടു ദ വേൾഡ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അറ്റ് എൻട്രി. സോ ഞാൻ ഈ പറഞ്ഞു വന്നിരിക്കുന്നത് എന്തിനെ കുറിച്ചാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ പറഞ്ഞത് സെൻസറി മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജീനെ കുറിച്ചാണ്. നമ്മൾ പോലും അറിയാണ്ട് പലപ്പോഴും നമ്മൾ കുറേ ബ്രാൻഡ്സ് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യാനായിട്ട് നമ്മൾ പ്രേരിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിന് നമ്മളുടെ 5 സെൻസസ് എന്തൊക്കെയാണ്? നമ്മളുടെ സൈറ്റ്, സ്മെല്ല്, ടേസ്റ്റ്, ടച്ച്, സൗണ്ട്. ഈ 5 സെൻസസ് ബ്രാൻഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. സോ അതിനെയാണ് നമ്മൾ സെൻസറി മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾക്ക് സൈറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതായത് നമ്മളുടെ വിഷൻ. നമ്മൾ ചില കാര്യങ്ങൾ നമ്മളുടെ കണ്ണിനെ കൊണ്ട് കണ്ടാൽ മാത്രം നമ്മൾക്ക് ആ പ്രോഡക്റ്റ് യൂസ് ചെയ്യാനായിട്ട് നമ്മൾക്ക് ഫീൽ ചെയ്യും. അതിന് എക്സാമ്പിളാണ് ഇപ്പം നമ്മൾ റോഡിൽ കൂടെ പോകുന്ന സമയത്ത് ഈ ഷവർമയൊക്കെ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ ഓപ്പൺ കിച്ചൺ എന്നൊക്കെ ഇപ്പോൾ പറയുന്നില്ലേ, നമ്മളുടെ കണ്ണിൻ്റെ മുമ്പ് നിന്നാണ് അവരെ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾക്കത് കഴിക്കാനുള്ള ക്രേവിങ്സ് വരും. നേരത്തെ പറഞ്ഞ തിയേറ്ററിൻ്റെ എക്സാമ്പിൾ, അവിടെ എന്താണ്, നമ്മൾ സ്വസ്ഥം സമാധാനത്തിൽ നമ്മളവിടെ ഇൻ്റർവെൽ ടൈമിൽ ഒന്ന് കൂളായിട്ട് ഇരിക്കുകയാണ്. പക്ഷേ ഇല്ല, ഇരുത്തില്ല. അവരവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് യൂസ് ചെയ്തിട്ട് വിഷ്വൽസ് കാണിച്ചു തരുന്നു. ആ വിഷ്വൽ കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ക്രേവിങ്സ് ഉണ്ടാകുന്നു. അതിൻ്റെ കൂടെ അത്യാവശ്യം കൂടുതലുള്ള തണുപ്പും. സോ നമ്മൾ ഓട്ടോമാറ്റിക്കലി അവിടെ നിന്ന് സീറ്റ് എണീറ്റിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ പ്രോഡക്റ്റ് ഒക്കെ മേടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. സോ അതേപോലെ തന്നെയാണ് നമ്മളുടെ പിസ്സ, ഡോമിനോസിൻ്റെ ആയിക്കോട്ടെ, പിസ്സ ഹട്ടിൻ്റെ ആയിക്കോട്ടെ, ഇവർ ആക്ച്വലി എന്താ ചെയ്യുന്നത്, നല്ല ചീസി ആയിട്ടുള്ള പിസ്സയുടെ ആ പിസ്സ കട്ട് ചെയ്തെടുക്കുമ്പോൾ ആ ചീസി പിസ്സ നമ്മളുടെ ഫ്രണ്ടിൽ കാണിച്ചു തരുമ്പം നമ്മൾക്ക് ഓട്ടോമാറ്റിക്കലി അത് ഓർഡർ ചെയ്തിട്ട് കഴിക്കാനായിട്ട് തോന്നും. പിന്നെ കോഫിയുടെ ആണെങ്കിലും അത് തന്നെയാണ്. അതിങ്ങനെ പോർ ചെയ്യുന്ന കാര്യം കാണുന്ന സമയത്ത് ആവി പറക്കുന്ന കാപ്പി, ചായ ഒക്കെ കാണുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്താണ്, അത് കഴിക്കാനായിട്ട് തോന്നും. ആൻഡ് രണ്ടാമത്തേതാണ് സ്മെല്ല് കൊണ്ട് നമ്മൾ ആകർഷിതമായിട്ട് നമ്മൾ വാങ്ങിച്ചിട്ടുള്ള എന്തെങ്കിലും പ്രോഡക്റ്റ് നിങ്ങൾക്കുണ്ടോ? അങ്ങനെയാണെങ്കിൽ കോമെൻറ്റിലൊന്ന് കോമെൻറ്റ് ചെയ്തേക്കും. ഇപ്പോൾ സ്മെല്ലിൻ്റെ കേസിൽ നമ്മൾ പറയുകയാണെങ്കിൽ അതിനൊരു ഗ്രേറ്റസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറയാം. മെക്ഡൊണാൾഡ്സിൻ്റെ ഒരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. അതായത് അവരുടെ ലോഗോ, അവരുടെ വിഷ്വൽ ഐഡൻറ്റിറ്റി കാണിക്കുന്ന ഒന്നും തന്നെ വെക്കാണ്ട് അവരൊരു ബിൽ ബോർഡ് അല്ലെങ്കിൽ ഒരു വലിയ ഹോർഡിങ് അവരെന്ത് ചെയ്തു, പബ്ലിക് സ്പേസിൽ കൊണ്ടുപോയി വെച്ചു. അവിടുന്ന് ആ ക്രൗഡിന് ആകെ കിട്ടുന്നത് ആ ബിൽ ബോർഡിൻ്റെ മുമ്പിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് സ്മെല്ലാണ്. അതായത് നല്ല ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ നല്ല ബർഗറിൻ്റെ ആയിക്കോട്ടെ സ്മെല്ല് കിട്ടിയിട്ട് അവർ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യണത് മെക്ഡൊണാൾഡ്സ് ആണ് എന്നുള്ളത്. ആൻഡ് ഓട്ടോമാറ്റിക്കലി അവർക്ക് എന്താണ്, അപ്പം തന്നെ ആ ബർഗറോ അല്ലെങ്കിൽ ഫ്രൈസോ വാങ്ങിച്ച് കഴിക്കാനുള്ള ഒരു കൊതി ആ ബോർഡിൽ നിന്നും ആ ബോർഡിൻ്റെ അടുത്തൂടെ പാസ് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടും. ആൻഡ് അത് നമ്മളുടെ സ്മെല്ലിൻ്റെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു എക്സാമ്പിൾ തന്നെയാണ്. ഇതേപോലെ കോഴിക്കോട്ടുകാർക്ക് സുപരിചിതമായിട്ടുള്ള ഒരു സ്മെല്ലാണ് നമ്മുടെ പാരഗന്റെ സ്മെല്ല്. ആ പാലങ്ങോട്ട് കയറുമ്പോൾ തന്നെ എന്താ സ്മെല്ല് എന്നറിയോ? പൊറോട്ടയുടെ ആണോ മറ്റേ ബിരിയാണിയുടെ ആണോ എന്തിൻ്റെയാണെന്നറിയില്ല, പക്ഷെ ആ സ്മെല്ല് മാത്രം കിട്ടിയാൽ മതി. ഫുഡ് കഴിക്കാൻ വിശന്ന് പോകുന്ന ഏതൊരാളും വേറെ എവിടെയും നിർത്തില്ല, നേരെ വിടും പാരഗണിലോട്ടേക്ക്. സോ അവിടെയും അവർ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു ട്രിക്കാണ്, ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണ് അവരുടെ ഫുഡിൻ്റെ സ്മെല്ല് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ മൂന്നാമത്തേതായിട്ട് നമ്മൾക്ക് നമ്മുടെ ടച്ച് എടുക്കാം. ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് ടേസ്റ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്ര തന്നെ ഓർഗാനിക് ആണ്, എത്ര തന്നെ ഹെർബൽ ആണ്, ആയുർവേദിക് പ്രോഡക്റ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മളിത് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പത കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾക്ക് എന്താണ്, നമ്മൾക്കത് അത് വർക്കിംഗ് ആണെന്ന് നമുക്ക് ഫീൽ ചെയ്യില്ല അല്ലേ? എത്ര തന്നെ നല്ലതാണെങ്കിൽ നമുക്കത് ഫീൽ ചെയ്യില്ല. ആൻഡ് അതേപോലത്തെ വേറൊരു എക്സാമ്പിൾ ഡെറ്റോൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, മുറിഞ്ഞ സ്ഥലത്ത് ഡെറ്റോൾ ഇട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? നല്ല പുകച്ചലും നല്ല എരിച്ചലും ഉണ്ടാവും അല്ലേ? ഇതേ മാർക്കറ്റിംഗ് രീതി നമ്മളുടെ സാവ്ലോൺ, ഡെറ്റോളിന് കോമ്പറ്റീറ്ററായിട്ട് സാവ്ലോൺ വന്നു. അവർ ആക്ച്വലി കൊണ്ടുവന്നത് എന്താണ്, ഇത് തേച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എരിവ് ഉണ്ടാവില്ല, പുകച്ചിലുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, നിങ്ങളുടെ പ്രശ്നം പരിഹരിച്ച് കിട്ടും, അതായത് മുറിവ് ഉണങ്ങും എന്നുള്ളതും വന്നു. പക്ഷെ അത് വർക്കായില്ല. കാരണം എന്താണ്, ആൾക്കാർക്ക് അതിൽ വിശ്വാസം വന്നിട്ടില്ല. ഒരു സാധനം മുറിഞ്ഞാൽ അത് പുകയും,
അപ്പം അത് ഓൾറെഡി ആൾക്കാരുടെ മനസ്സിൽ രജിസ്റ്റേർഡ് ആണ്. സോ ആ ടച്ച് എന്നുള്ളത് നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡെറ്റോൾ തന്നെയാണ് ഇപ്പോഴും മുമ്പിൽ നിൽക്കുന്നത്. ആൻഡ് നമ്മുടെ നാലാമത്തത് നമ്മളുടെ സൗണ്ട്. ഒരു കേസ് സ്റ്റഡി ഉണ്ടായിരുന്നു. ഇപ്പോൾ റെസ്റ്റോറൻറ്റിൽ ബാക്ക്ഗ്രൗണ്ടിൽ ഫ്രഞ്ച് മ്യൂസിക് വെച്ചപ്പം അവിടെ ഏറ്റവും കൂടുതൽ ഫ്രഞ്ച് വൈൻ അന്ന് വിറ്റുപോയി. ജർമ്മൻ മ്യൂസിക് വെച്ചപ്പം അവിടെ ഏറ്റവും കൂടുതൽ ജർമ്മൻ എന്താ പറയുക പ്രോഡക്റ്റ്സ് അല്ലെങ്കിൽ ജർമ്മൻ ഡിഷസ് വിറ്റുപോയി. അതിന് റീസൺ എന്താണ്? ആ സൗണ്ട് ആൾക്കാർ കൂടുതലായിട്ട് എന്താ പറയുക നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നാണ്. നമ്മൾ തന്നെ ഇപ്പം പേടിഎം ആയിക്കോട്ടെ, ഗൂഗിൾ പേ ആയിക്കോട്ടെ, ഇതിൻ്റെയൊക്കെ സൗണ്ട് പേടിഎം ചെയ്യൂ എന്നുള്ള സൗണ്ട് നമുക്ക് ഭയങ്കര സാറ്റിസ്ഫൈങ് ആണല്ലേ, അല്ലെങ്കിൽ ഗൂഗിൾ പേ ചെയ്യുമ്പം അതിൽ നിന്ന് വരുന്ന സൗണ്ട് നമുക്ക് ഭയങ്കര സാറ്റിസ്ഫൈങ് ആണല്ലേ. സോ അതുകൊണ്ട് തന്നെ നമ്മൾ പേ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതലും യൂസ് ചെയ്യുന്നത് ഇങ്ങനത്തെ ആപ്പുകളാണ്. സോ ഈ സൗണ്ട് എന്ന് പറയുന്ന സെൻസിനും ഭയങ്കരമായിട്ടുള്ളൊരു റോൾ ഉണ്ട് ഈ കൺസ്യൂമർ ബിഹേവിയർ എടുക്കുമ്പോൾ. ആൻഡ് അവസാനത്തത് ടേസ്റ്റ് ആണ്. ബാസ്കിൻ റോബിൻസിൽ പോയിട്ടുള്ളവർക്ക് അറിയാം, നമ്മൾക്ക് അവിടെ നിന്ന് എന്ത് ഫ്ലേവേഴ്സ് ആണെങ്കിലും ഫ്രീ ആയിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് പറ്റും. അത് തന്നെയാണ് ഈ ടേസ്റ്റിൻ്റെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. നമ്മൾക്ക് ടേസ്റ്റ് ഫ്രീ ആയിട്ട് യൂസ് ചെയ്ത് നമ്മൾ അതിനോട് അഡിക്റ്റഡ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഫ്ലേവർ തന്നെയായിരിക്കും എപ്പോഴും യൂസ് ചെയ്യുന്നത്. എനിക്ക് മുമ്പ് നാച്ചുറൽസിൻ്റെ റോ ആൽമണ്ടിൻ്റെ ഐസ്ക്രീം ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇത് ഓരോന്ന് ടേസ്റ്റ് ചെയ്ത് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ടേസ്റ്റ് എന്താണോ അതായിരിക്കും നമ്മൾ പിന്നെ അതിനോട് അഡിക്റ്റഡ് ആവും. സോ ഇതേപോലെ ഒരുപാട് ബ്രാൻഡ്സ് ഈ നമ്മളുടെ 5 സെൻസസ് മാത്രം വെച്ചിട്ട് ബ്രില്യൻ്റ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അത് വർക്ക് ആവും ചെയ്തിട്ടുണ്ട്. സോ നമ്മളൊരു ബ്രാൻഡ് തുടങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങളൊരു ബ്രാൻഡ് തുടങ്ങുന്ന സമയത്ത് നിങ്ങളുടെ ഏത് സെൻസസ് ആയിരിക്കും നിങ്ങൾ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഓഡിയൻസിൻ്റെ ബിഹേവിയർ മനസ്സിലാക്കിയിട്ട് ഏത് സെൻസസ് ആയിരിക്കും നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്തിട്ട് അത് വെച്ചിട്ടൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്നുള്ളത് ഒന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞേക്ക്. ഇതേപോലത്തെ കൂടുതൽ വീഡിയോസിനായി നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട. സോ ഇതേപോലത്തെ വേറെ ഏതെങ്കിലും ടോപ്പിക്സിനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്ക്. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വൺ.